എല്ലാവർക്കും വേറ്റുവിൻ ചാനലിലേക്ക് സ്വാഗതം. അധ്യാപക അഭിമുഖ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്താണെന്നാണ് പറയുന്നത്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സമഗ്ര പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് അക്കാദമിക നിലവാരം ഉയർത്തുക എന്നതാണ് ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അക്കാദമിക നിലവാരം, പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അക്കാദമിക നിലവാരം ഉയർത്താനുള്ള പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് അക്കാദമിക നിലവാരം ഉയർത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ഈ പദ്ധതി 8 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അവ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. 1. സമഗ്ര ഗുണമേന്മ ക്യാമ്പയിൻ. 2. അക്കാദമിക മികവിനായുള്ള പ്രവർത്തനങ്ങൾ. 3. മൂല്യനിർണ്ണയ രീതി. 4. സാങ്കേതിക വിദ്യാ സൗഹൃദ വിദ്യാഭ്യാസം. 5. ഭരണപരമായ പ്രവർത്തനങ്ങൾ. 6. ഗവേഷണ പ്രവർത്തനങ്ങൾ. 7. പരിശീലന പ്രവർത്തനങ്ങൾ. 8. സമിതികളും സഹകരണവും. എന്നിവയാണ് 8 മേഖലകൾ. അടുത്തതായി പറയുന്നത് ദ 5 E's ഓഫ് കൺസ്ട്രക്റ്റിവിസം ഏതൊക്കെയാണെന്നാണ്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേഷൻ എന്നിവയാണ് 5 E's എന്നറിയപ്പെടുന്നത്. എൻഗേജ് എന്നാൽ പ്രശ്നം അവതരിപ്പിക്കുക, എക്സ്പ്ലോർ എന്നാൽ വിവരങ്ങൾ അന്വേഷിക്കുക, എക്സ്പ്ലെയിൻ എന്നാൽ വിശദീകരിക്കൽ, എക്സ്റ്റെൻഡ് എന്നാൽ വിപുലീകരിക്കൽ, ഇവാലുവേഷൻ എന്നാൽ വിലയിരുത്തൽ. ഇതാണ് ദ 5 E's ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ആശയപടം എന്നാണ്. സ്ക്രീനിൽ ആശയപടത്തിന് ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. ഇത് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ഹരിതഭൂമി എന്ന 1ാമത്തെ പാഠഭാഗത്തിലെ ആശയപടമാണ്. ഇനി എന്താണ് ആശയപടം എന്ന് പറയാം. പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും യൂണിറ്റിലെ ആശയം, ഉപാശയം എന്നിവ പെട്ടെന്ന് ഗ്രഹിക്കാൻ ആശയപടം നമ്മെ സഹായിക്കുന്നു. ഒരാശയത്തെ മറ്റൊരാശയവുമായി ബന്ധിപ്പിച്ച് പഠന പ്രവർത്തനങ്ങൾ നൽകാനും യൂണിറ്റിൽ പ്രവർത്തനങ്ങളുടെ ഒഴുക്ക് നിലനിർത്താനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന പ്രധാന ആശയങ്ങളുടെ ചിത്രീകരണമാണ് ആശയപടം എന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് അക്കാദമിക രേഖകൾ എന്നാണ്. സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിനും മുന്നോട്ടു പോക്കിനും അക്കാദമിക രേഖകൾ അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട അക്കാദമിക രേഖകളാണ് പറയുന്നത്. ടീച്ചിങ് മാനുവൽ രജിസ്റ്റർ, ക്ലാസ് സൂപ്പർവിഷൻ ഡയറി, ക്ലാസ് മോണിറ്ററിംഗ് ബുക്ക്, അക്കാദമിക് മാസ്റ്റർ പ്ലാൻ, അക്കാദമിക കലണ്ടർ, സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റ് രജിസ്റ്റർ, ഫാക്കൽറ്റി ഡയറി, SRG മാനുവൽ എന്നിവയാണ് പ്രധാനപ്പെട്ട അക്കാദമിക രേഖകളായിട്ട് പറയുന്നത്. ഇത് മാത്രമല്ല, പ്രധാനപ്പെട്ട രേഖകൾ വേറെയുമുണ്ട്. അക്കാദമികമായിട്ട് വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്.